ഓം ശ്രീ സായിരാം. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും സ്വാഗതം. അറിവിൻ്റെ സായി മാർഗം 15ാമത്തെ പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 15ാമത്തെ പാർട്ടിലെ സബ്ജക്റ്റ് പ്രേമം ഈശ്വരനാണ്, പ്രേമത്തിൽ ജീവിക്കുക. നാം സർവ്വസാധാരണമായി കേൾക്കുന്ന ഒരു ചൊല്ലാണ് ഈശ്വരൻ പ്രേമമാണ് എന്നത്. പക്ഷേ ശ്രീ സത്യസായി ബാബ പറയുന്നു, പ്രേമം ഈശ്വരനാണ്, പ്രേമത്തിൽ ജീവിക്കുക. അതിൻ്റെ അർത്ഥം നാം പ്രേമത്തോടുകൂടി ജീവിക്കുമ്പോൾ നാം ഈശ്വരനിൽ ജീവിക്കുന്നു എന്നാണ്. പ്രേമം ഈശ്വരനാണ് എന്ന വാക്യത്തെ അവലോകനം ചെയ്യാം. ഈ പ്രേമമാണ് സൃഷ്ടിക്ക് ഹേതുവും ആധാരവും എന്ന് വേദങ്ങളിൽ പറയുന്നുണ്ട്. സൃഷ്ടിയുടെ അടിസ്ഥാന ഘടകം ഈശ്വരൻ്റെ പ്രേമമാണ്. ഈശ്വരൻ സർവശക്തനും സർവജ്ഞനും സർവവ്യാപിയുമാണ്. ഈശ്വരൻ സത്യം, ധർമ്മം, ശാന്തി, പ്രേമം, അഹിംസ എന്നീ മൂല്യങ്ങളുടെ എല്ലാം പ്രതിരൂപമാണ്. ഈ ലോകത്ത് ആരെയെങ്കിലുമോ എന്തിനെയെങ്കിലുമോ സ്നേഹിക്കാത്ത ഒരു ജീവിയും ഉണ്ടാവുകയില്ല. പ്രേമഭാജനം വ്യക്തിയോ ആദർശമോ പ്രകൃതിയോ രാജ്യമോ എന്തുമാകാം. ഓരോ ജീവിയിലും സഹജമായി കുടികൊള്ളുന്ന പ്രേമത്തിൻ്റെ ആ ഒരു സ്ഫുലിംഗമാണ് ആ ആളെ ഈ ലോകത്ത് ജീവിക്കുവാൻ പ്രാപ്തനാക്കുന്നത്. പ്രേമശൂന്യമായ ജീവിതം അർത്ഥശൂന്യവും വിരസവുമായി തീരും. ഈശ്വരൻ നിർമ്മലമായ പ്രേമത്തിൻ്റെ സ്വരൂപം ആയതിനാൽ പ്രേമം ഈശ്വരൻ്റെ മറ്റൊരു നാമമായി തന്നെ തീരുന്നു. ഈശ്വരൻ്റെ പ്രേമം ഉദാത്തവും നിസ്വാർത്ഥവും ക്ഷമിക്കുന്നതുമാണ്. യഥാർത്ഥ പ്രേമത്തിൽ അഹന്തയുടെ ഒരു അംശം പോലും ഉണ്ടാവുകയില്ല. അതിൽ എൻ്റേത് നിൻ്റേത് എന്ന വേർതിരിവുകളും ഉണ്ടാവുകയില്ല. ഈശ്വരൻ്റെ നിർമ്മല പ്രേമം സൃഷ്ടിയിലെ സകല ചരാചരങ്ങളിലേക്കും പ്രവഹിച്ചുകൊണ്ടേയിരിക്കും. ഈശ്വര സാന്നിധ്യം ഇല്ലാത്ത ജീവിതം പൊള്ളയാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പ്രേമമില്ലാത്ത ജീവിതം പൊള്ളയാണ് എന്നാണ്. പ്രേമം വാക്കിൽ സത്യമായും പ്രവൃത്തിയിൽ ധർമ്മമായും ചിന്തയിൽ ശാന്തിയായും ധാരണയിൽ അഹിംസയായും വർത്തിക്കുന്നു. അങ്ങനെയാണ് സ്വാമി നമ്മെ അനുസ്മരിപ്പിക്കുന്നത്. പകരം ഒന്നും പ്രതീക്ഷിക്കാത്ത സ്നേഹം നൽകുന്നത് ഈശ്വരൻ മാത്രമാണ്. തൻ്റെ ഭക്തവൃന്ദത്തിൽ നിന്നും ഈശ്വരൻ കാക്ഷിക്കുന്ന ഒരേ ഒരു കാര്യം നിർമ്മലമായ ഹൃദയത്തിൽ നിന്നും ബഹിർഗമിക്കുന്ന നിസ്വാർത്ഥമായ പ്രേമം മാത്രമാണ്. മാനവ മൂല്യങ്ങളെ നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയാണെങ്കിൽ നമുക്ക് ഹൃദയശുദ്ധി കൈവരിക്കുവാൻ സാധിക്കും. അപ്പോൾ മാത്രമേ പ്രേമം ഈശ്വരനാണെന്നും നാം പ്രേമത്തിൽ ജീവിക്കുന്നുവെന്നും കരുതുവാൻ സാധിക്കുകയുള്ളൂ. പ്രേമം എല്ലായ്പ്പോഴും നൽകുകയും ക്ഷമിക്കുകയും ചെയ്യുന്നു. സ്വാർത്ഥത നേടുകയും മറക്കുകയും ചെയ്യുന്നു. ഒരമ്മയുടെ സ്നേഹം സത്യസന്ധവും പവിത്രവുമാണെന്നും അത് ഈശ്വരപ്രേമത്തിന് ഏകദേശം സമമാണെന്നും സ്വാമി പറയാറുണ്ട്. എന്തുകൊണ്ട്? കാരണം ഒരമ്മ എല്ലായ്പ്പോഴും നൽകുകയും ക്ഷമിക്കുകയും ചെയ്യുന്നു. താൻ നൽകുന്ന സേവനങ്ങളുടെ കണക്ക് എടുക്കുകയോ കണക്ക് പുസ്തകം സൂക്ഷിക്കുകയോ ചെയ്യുന്നില്ല. തൻ്റെ കുട്ടി മോശമായി പെരുമാറിയാൽ പോലും കുട്ടിക്ക് നന്മ വരുത്തണമേ, നേർവഴി കാട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നതാണ് അമ്മയുടെ മനസ്സ്. എല്ലാ കുറ്റങ്ങൾക്കും മാപ്പ് നൽകുന്ന ഏക കോടതിയാണ് അമ്മയുടെ ഹൃദയം എന്നൊരു ചൊല്ലുണ്ട്. അമ്മ നിസ്വാർത്ഥയും ത്യാഗിയുമാണ്. തൻ്റെ കുഞ്ഞിന് വേണ്ടി ജീവൻ ത്യജിക്കുവാൻ പോലും ഒരമ്മ തയ്യാറാകും. മറ്റു ജീവികളിൽ പോലും ഈ ഉദാത്തമായ മാതൃസ്നേഹം കാണാവുന്നതാണ്. പ്രേമത്തോടുകൂടി ദിവസം തുടങ്ങുക, പ്രേമം കൊണ്ട് ദിവസം നിറയ്ക്കുക, പ്രേമത്തോടുകൂടി ദിവസം അവസാനിപ്പിക്കുക, പ്രേമത്തോടുകൂടി ദിവസം ചിലവഴിക്കുക എന്നാണ് സ്വാമി ഉപദേശിക്കുന്നത്.
സ്വാമിയുടെ ഉപദേശങ്ങൾ വളരെ ലളിതമാണെന്ന് തോന്നും, പക്ഷേ അവ നിത്യജീവിതത്തിൽ പരിശീലിക്കുക അത്ര എളുപ്പമല്ല. അചഞ്ചലമായ വിശ്വാസവും അച്ചടക്കവും ഉണ്ടെങ്കിൽ മാത്രമേ അവ നമുക്ക് പരിശീലിക്കുവാനാകൂ. സ്വാമിയുടെ പരശതം ഉപദേശങ്ങളിൽ നിന്നും ഒന്നെങ്കിലും തിരഞ്ഞെടുത്ത് ശ്രദ്ധാഭക്തിപൂർവം പരിശീലിക്കുകയാണെങ്കിൽ നാം ഉത്തമ മനുഷ്യരായി തീരും. എങ്ങനെയാണ് പ്രേമത്തോടു കൂടിയൊരു ദിവസം ആരംഭിക്കുക? നമ്മുടെ ചിന്തകളെയും വാക്കുകളെയും പ്രവൃത്തികളെയും ശ്രേഷ്ഠമാക്കുന്നത് ഈശ്വര സ്മരണയാണ്, ഈശ്വര പ്രീതിയാണ്. ഭാരതത്തിൻ്റെ തനതായ സനാതന ധർമ്മം മറ്റ് ലോക സംസ്കാരങ്ങളിൽ നിന്നും വ്യത്യസ്തമാകുന്നതിൻ്റെയും ശാശ്വതമായി നിലനിൽക്കുന്നതിൻ്റെയും കാരണം ഈ സംസ്കാരം ജീവിതത്തെ ഈശ്വരനുമായി അഭേദ്യമായി ഘടിപ്പിച്ചിരിക്കുന്നു എന്നതാണ്. നമ്മുടെ പൂർവികന്മാർ സർവ്വതും ഈശ്വരാർപ്പണമായി ചെയ്യുകയും അങ്ങനെ ദൈവപ്രീതിയോടെ ജീവിക്കുകയും ചെയ്തു. രാവിലെ ഉണരുമ്പോൾ തന്നെ തൻ്റെ കർമ്മങ്ങളെല്ലാം ഈശ്വരാർപ്പണമായിരിക്കട്ടെ എന്ന പ്രാർത്ഥന ഉരുവിടുന്നു. ഭൂമിയെ ഭൂമാതാവായി കണ്ട് പാദസ്പർശനത്തിന് ക്ഷമയാചിക്കുന്നു. ജലത്തെ ഗംഗാമാതാവായി കണ്ട് ആ സ്മരണയോടെ സ്നാനം ചെയ്യുന്നു. ഈശ്വരന് നിവേദിച്ച ഭക്ഷണം പ്രസാദമായി സ്വീകരിക്കുന്നു. ഇപ്രകാരം ദിവസം തുടങ്ങുമ്പോൾ നാം സ്വാഭാവികമായി പ്രേമത്തോടെ ദിവസം ആരംഭിക്കുന്നു. ദിവസം മുഴുവനും ഈ അവബോധത്തോടെ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ദിവസം പ്രേമ നിർഭരമാകുന്നു. രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ചൊല്ലുവാൻ പ്രാർത്ഥനാ ശ്ലോകങ്ങളുണ്ട്. അവയിൽ നാം അറിഞ്ഞും അറിയാതെയും ചെയ്ത തെറ്റുകൾക്ക് ക്ഷമാപണവും ഒരു ദിവസം കൂടി നൽകിയതിന് കൃതജ്ഞതയും അടങ്ങിയിരിക്കുന്നു. പ്രേമമെന്നാൽ കരുതലും പങ്കുവെക്കലുമാണ്. പ്രേമം ദുർബലനെ ബലവാനാക്കുന്നു, ബലവാനെ ശ്രേഷ്ഠനാക്കുന്നു. പ്രേമം ഈശ്വരനാണെന്ന് തിരിച്ചറിയുമ്പോൾ എല്ലാവരെയും ഒരുപോലെ കാണാനുള്ള പ്രാപ്തി ഉണ്ടാകുന്നു. ഈ സഹജമായ സാഹോദര്യം ദരിദ്രനെയും രോഗിയെയും അവശനെയും കരുണയോടെ കാണുവാനുള്ള ക്ഷമത നമുക്ക് നൽകുന്നു. നമ്മുടെ സമയവും സ്നേഹവും ധനവും പങ്കുവയ്ക്കുവാനുള്ള മനസ്ഥിതി നാം കൈവരിക്കുന്നു. പരമാത്മാവും ജീവാത്മാവും അഭേദ്യമാണെന്ന അറിവ് നമുക്കുണ്ടാകുന്നു. ഓരോ ജീവാത്മാവിലും ചൈതന്യമായി നിലകൊള്ളുന്ന പരമാത്മാവ് പ്രേമം ആണെന്ന ജ്ഞാനം നമുക്ക് ലഭിക്കുന്നു. ചുരുക്കത്തിൽ പ്രേമം ഈശ്വരനാണ്. പ്രേമത്തിൽ ജീവിക്കുമ്പോൾ നാം ഈശ്വരനിൽ ജീവിക്കുന്നു. ഈശ്വരനിൽ ജീവിക്കുന്നതിൻ്റെ ലക്ഷണം എന്തെന്ന് പ്രസിദ്ധമായ ഈ പ്രാർത്ഥനയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. ഈശ്വര, എനിക്ക് മാറ്റാൻ സാധിക്കാത്തവയെ സ്വീകരിക്കുന്നതിനുള്ള ശാന്തത നൽകിയാലും മാറ്റാൻ സാധിക്കുന്നവയെ മാറ്റുവാനുള്ള ധൈര്യം നൽകിയാലും ഇവ തമ്മിലുള്ള വ്യത്യാസം അറിയുന്നതിനുള്ള വിവേകം നൽകിയാലും നാം ഈശ്വരനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈശ്വരൻ നമ്മെക്കുറിച്ച് ചിന്തിക്കുന്നു. നാം ഈശ്വരസ്മരണയോടെ ജീവിക്കുമ്പോൾ നാം ഈശ്വരനിൽ ജീവിക്കുന്നു. നാം പ്രേമത്തിൽ ജീവിക്കുന്നു. ജയ സായിറാം. താങ്ക് യു.